മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചത്. തുടർന്നും ഇന്നും ആ ഭാഗം തന്നെ വായിക്കാം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ഞാനിത് 3 ചിന്താവിഷയമായിട്ട് നിങ്ങളെ ഇന്നലെ രാവിലെയും വൈകുന്നേരവുമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് അത് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും ഇനിയും എനിക്ക് ആവർത്തിക്കാൻ കഴിയത്തില്ല. എങ്കിലും ഒരു വാക്ക് ഞാനതിൽ നിന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മുകളിൽ നിന്ന് യോഹന്നാൻ അങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ ഇടയാകുകയും ഇവൻ ദൈവപുത്രനാണെന്നും ഇവനെ 30 വർഷം ചുമന്ന ദുഷ്പേര് ചുമന്ന മറിയയ്ക്ക് ആശ്വാസമായി ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൾ അവൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാണെന്നും ജനത്തെ സ്നാനത്തിലൂടെ ബോധ്യപ്പെടുത്തി. സ്നാനത്തിൽ സ്വർഗം തുറക്കുകയും ദൈവിക ബന്ധങ്ങൾ പൂർണ്ണമാകുകയും ചെയ്യും. ഒന്നുകൂടെ പറയാം, സ്നാനപ്പെടുമ്പോൾ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നത് സ്വർഗം അനുകൂലമായി തുറക്കുകയും സ്വർഗം അവിടെ ഇവൻ എൻ്റെ പുത്രൻ എന്ന് വിളിച്ചു പറയുന്ന ഇവൻ എൻ്റെ പ്രിയ പുത്രനാണെന്ന് പറയുന്ന ഒരു നിമിഷമാണത്. ചെറിയൊരു കാര്യമല്ല. ഞങ്ങളൊക്കെ പഴയ വിശ്വാസികളായതുകൊണ്ട് ഒരു സമയമാകുമ്പോൾ സ്നാനപ്പെടണം, 18 വയസ്സായി സ്നാനപ്പെടണം. ആരെങ്കിലും എവിടെങ്കിലും ചർച്ചിലൊരു സ്നാനം വന്നു കഴിഞ്ഞാൽ കൂടെ ചേർന്ന് സ്നാനപ്പെടണം എന്നുള്ള കാര്യം വരികയും അങ്ങനെ സ്നാനപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായിട്ടില്ല. രക്ഷിക്കപ്പെടുന്നതും പലപ്പോഴും ഒരു കുഞ്ഞു പരുവത്തിന് തന്നെ യഥാർത്ഥത്തിൽ എഴുന്നേറ്റ് വാക്യങ്ങൾ പറയും. അതിനുശേഷം എൻ്റെ വഴിയാത്രയിൽ കൂടെ ഇരുന്നു, എനിക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി തന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു വാക്യം പറയുന്നു. ശരിക്കും കർത്താവുമായിട്ടുള്ള ആ ബന്ധം വരുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാണ്. ഹല്ലേലൂയ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ശരിക്കും ആ ബന്ധം വെച്ചതിന് ശേഷമായിരിക്കും അവർ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യേശു സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് വരികയും അവൻ ഉടനെ സ്വർഗം അനുകൂലമായി പ്രാവ് അവൻ്റെ മേൽ വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം കേൾക്കാൻ അവിടെ ഇടയായി. അവൻ പുത്രത്വം ലഭിക്കുന്ന ഒരു കാര്യമാണ് സ്നാനമെന്ന് പറയുന്നത്, കുറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് സ്നാന ശുശ്രൂഷകൾ നടക്കണം. ഞാൻ സഭയോടുള്ള ഒരു ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയാൻ പോവുക. ഞാൻ ഈ 92 ഞാൻ പഠിക്കാൻ വന്നത്. അത് മുതൽ കൂട്ടിയാൽ മതി. അതിന് മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ ICPF ഉണ്ടായിരുന്നു. അതൊന്നും കൂട്ടണ്ട. 92 മുതൽ കൂട്ടിയാൽ പോലും 32 വർഷമായി ഞാൻ ദൈവവേലയിലായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി 4 കൊല്ലം നിങ്ങൾ കുറച്ചിട്ട് ഈ ഡിഗ്രി കഴിഞ്ഞിട്ടേ കൂട്ടുന്നുള്ളെങ്കിൽ 28 കൊല്ലമായി. ഈ 28 കൊല്ലം ഒരേ സഭയുടെ പാസ്റ്ററായിട്ട് ഞാൻ നിൽക്കുക. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെ മറ്റൊരു ദൈവദാസനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ആമേൻ.
ഒരുമിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പം വലിയ സന്തോഷം തോന്നുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. 28 കൊല്ലം ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഒരേ കൂട്ടായ്മയുടെ പാസ്റ്ററായിട്ട് നിൽക്കുന്നു. ഞാൻ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാറില്ല, പറയാറേ ഇല്ല, മിണ്ടത്തില്ല. ഇപ്പോൾ കയറി വരുന്നൊരു ദൂത് ഞാൻ വിളിച്ച് പറയാൻ വേണ്ടി പറയും. ഞാൻ മിണ്ടാറേ ഇല്ല, സ്നാനത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാറില്ല. അങ്ങനെ പ്രസംഗിച്ച ചരിത്രവും പുസ്തകത്തിലും ഇല്ല. പക്ഷേ എവിടെ വെച്ചാണ് സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചിടത്താണ് അവർ സ്നാനപ്പെടാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അവർ പറഞ്ഞതെല്ലാം ഈ ചോദ്യത്തിന് മറുപടി പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മണക്കാലിലൊക്കെ പഠിച്ചവരല്ലേ, കുറച്ചുകൂടെ കാര്യഗൗരവമായി പഠിച്ചത് കൊണ്ട് ആദ്യം കാണുമ്പോഴേ മുങ്ങണ വച്ചാന്ന് മിണ്ടാൻ പോകത്തില്ല, അനങ്ങത്തേ ഇല്ല. അവരിങ്ങോട്ട് വന്നാലും മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, സ്നാനത്തെക്കുറിച്ച് ചിലർക്ക് ബോധ്യമില്ല, അവരെ പറഞ്ഞ് ഇതിൻ്റെ അർത്ഥം കൊടുത്ത് അവരെ സ്നാനജലത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. ആ വാക്യത്തിൻ്റെ അർത്ഥമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സ്നാനപ്പെട്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം പറയണമെന്നും പഠിപ്പിക്കണമെന്നും കർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ സഭയ്ക്ക് ഒരു ദൂത് കൈമാറാൻ പോവുകയാണ്. എല്ലാ മാസവും സ്നാനം നടക്കത്തക്കതുപോലൊരു ദൈവപ്രവൃത്തി സഭയ്ക്കകത്തേക്ക് വെളിപ്പെട്ട് വരും. എല്ലാ മാസത്തിലും സ്നാനം, അത് ഒരാളെ ഉള്ളെങ്കിലും ഉഴപ്പുണ്ടാവും. സ്നാനം നടത്തണമെന്ന് എത്ര നാളായി സ്നാനം നടത്തിയിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇനിയുള്ള മാസങ്ങളിൽ സ്നാന ശുശ്രൂഷ ഇവിടെ നടക്കും. ഹല്ലേലൂയ. ഇതുവരെ തുടങ്ങാത്ത ചില മേഖലകൾ ഈ ചർച്ചിനകത്ത് ഓപ്പൺ ആകുമെന്ന് രാവിലെ തന്നെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വചനത്തിലേക്ക് ഞാൻ കയറാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ജഡത്തിൽ കൂടെ ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, അത് ഭക്ഷണമായിക്കൊള്ളട്ടെ, പാനീയമായിക്കൊള്ളട്ടെ, വസ്ത്രമായിക്കൊള്ളട്ടെ, ആഭരണമായിക്കൊള്ളട്ടെ, പ്രസൻസ് ഉള്ള അല്ലെങ്കിൽ തൊടാൻ പറ്റുന്ന ചില സാധനങ്ങൾ കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് ആദമിനെ പറ്റിച്ച്, ഹവ്വയെ പറ്റിച്ച് തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്ന് അവനെ തോട്ടത്തിൽ നിന്നും പറുദീസയിൽ നിന്നും പുറത്താക്കി, അവർക്ക് ജീവൻ്റെ ആ വസ്ത്രം നഷ്ടപ്പെട്ട്, തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട് അവരെ പുറത്താക്കിയ ആദമിനെ ഹവ്വയും വീണ്ടെടുക്കാൻ വന്ന അതേ യേശു കർത്താവിനെ അതേ നാണയത്തിൽ വിശന്നപ്പോൾ അവൻ്റെ അടുക്കലേക്ക് പറയുകയാണ്, ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കാൻ പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യേശുവും പിശാചും തമ്മിൽ കുറേ വാക്യമത്സരം നടക്കുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒത്തിരി വാക്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ യൂത്തിൻ്റെ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ് നമുക്ക് സമ്മാനം കിട്ടാനും ട്രോഫി കിട്ടാനും ഒക്കെ കൊള്ളാം. അനുഗ്രഹമാണ്. പഠിച്ചു വയ്ക്കണം, ഒത്തിരി ബൈബിൾ വായിക്കണം, പഠിച്ചു വയ്ക്കണം. പക്ഷേ അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. എന്താണെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ കയ്യിലുണ്ട്. റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ ദൈവദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. ഈ എഴുതിയതെല്ലാം ആരുടെ കയ്യിലുണ്ട്? സാത്താൻ്റെ കയ്യിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എഴുതിയ വചനം ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ കയ്യിലുമുണ്ട്. ഈ വാക്യങ്ങളെല്ലാം നമ്മളെക്കാൾ 119 സങ്കീർത്തനം കൃത്യമായി കാണാതെ പറയും. നമ്മൾ ഇച്ചിരി തെറ്റിച്ചേ പറയത്തുള്ളൂ. കൃത്യമായി കാണാതെ പറയാൻ ആർക്ക് കഴിയും? സാത്താന് കഴിയും. എത്ര വാക്യങ്ങൾ യേശുവും സാത്താനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം പോലെ പറഞ്ഞെന്നറിയാമോ? എന്നിട്ട് പറയാണ്, എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എഴുതപ്പെട്ട ഈ വചനം നമ്മുടെ പ്രമാണമാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്, നമ്മുടെ ഉപദേശമാണ്, നമ്മുടെ എല്ലാമാണ്, നമ്മുടെ വാഗ്ദത്തമാണ്. ഇത് മുഖാന്തരമാണ് സഭ പണിയപ്പെടുന്നത്. ഇത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതാണെങ്കിലും മറ്റ് ഏഷ്യയിലെ സഭകൾക്ക് എഴുതിയതാണെങ്കിലും അത് നമ്മുടേതും കൂടെ ആക്കപ്പെടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അത് നമ്മൾക്ക് വേണ്ടിയും കൂടെയാണ് ഈ വചനം എഴുതപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ചാണ് നമ്മൾ സഭയെ പഠിപ്പിക്കുന്നതും ഉപദേശങ്ങൾ, സത്യങ്ങൾ പ്രഘോഷിക്കുന്നതും. ഇന്ന് കർത്തൃമേശ നടത്തുന്നത് പോലും അതുമായി ബന്ധപ്പെട്ടാണ്. അതങ്ങനെ തന്നെ നിലകൊള്ളുമ്പോൾ പൈശാചിക മണ്ഡലവുമായി കളിക്കാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുതപ്പെട്ട വചനങ്ങളെ ആവർത്തിക്കുമ്പോൾ പിശാച് നമ്മൾ പറയുന്നതിന് തുല്യമായ വാക്യങ്ങൾ അവിടെ പറയുന്നു. എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ,
ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ആമേൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആ പദമാണ് നിങ്ങളുടെ അകത്ത് കയറേണ്ടത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, ഇനിയും വരുന്ന. ഈ പുസ്തകം ആമേൻ എഴുതി തീർത്ത് കഴിഞ്ഞപ്പം ഇനിയും പുള്ളി മൗനമായി പോയിട്ടില്ല. ആമേൻ, ഈ പുസ്തകം വായിച്ച് പരിചയപ്പെട്ടു വരുന്ന ഇതിനകത്തെ കഥാനായകൻ ക്രിസ്തു, ആമേൻ, ഇതിനകത്ത് വായിച്ച് കേട്ട ഈ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അകത്തിരുന്ന്, ആമേൻ, നമ്മളോട് ഇനി സംസാരിക്കാൻ തുടങ്ങും. ആമേൻ, ആമേൻ. അപ്പോസ്തലന്മാരോട് സംസാരിച്ചതാണ് എഴുതി വച്ചിരിക്കുന്നത്, പിതാക്കന്മാരോട് സംസാരിച്ചതാണ് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മതി എനിക്ക്. ആമേൻ, നിങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. ആമേൻ, പിതാക്കന്മാരോട് സംസാരിച്ചതിനകത്ത് എഴുതിയിട്ടുണ്ട്, എഴുതിയത് നമ്മുടെ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അത് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പിശാചിനോട് പോരാടുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആമേൻ, പിശാചുമായി ബന്ധപ്പെട്ട് ചലിക്കണമെങ്കിൽ, അവൻ അവിടെ നിന്ന് വിട്ടുപോകണമെങ്കിൽ, ആമേൻ, ആമേൻ, ഈ എഴുതപ്പെട്ട വചനം മാത്രം പോരാ. ആമേൻ, ഹല്ലേലൂയ. അപ്പം കൊണ്ട് മാത്രമല്ല, പകരം ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഇനിയും നിന്റെ, ആമേൻ, ആ രോഗത്തിന് വേണ്ടി, നിന്റെ, ആമേൻ, നിന്നോട് പോരാടുന്ന ആ പോരാട്ടത്തിന് വേണ്ടി, ആമേൻ, ആ രോഗബന്ധനം അഴിയാൻ വേണ്ടി പുതിയൊരു ശബ്ദം നീ കേൾക്കേണ്ടിയിരിക്കുന്നു. ആമേൻ, 100 വാക്യങ്ങൾ കാണാതറിയാമെങ്കിലും, ആമേൻ, 90-91 സങ്കീർത്തനം കാണാതറിയാമെങ്കിലും, വേദപുസ്തകം തലയിൽ വെച്ച്, ആമേൻ, തലയണ കീഴിൽ വെച്ച് ഉറങ്ങിയാലും, ആമേൻ, ഒന്നും പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ പുതിയൊരു ശബ്ദത്തിൻ്റെ മുൻപിൽ, ആമേൻ, പിശാചുവിനോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. അപ്കമിങ് വേർഡ്സ്. അപ്പോൾ ഇനിയും കർത്താവ് മിണ്ടുവോ? പറഞ്ഞേ. അവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സംസർഗമാണ് നമ്മൾ അന്യഭാഷയിലൂടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളിത് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും കൃത്യമായി ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ പ്രമാണം, ഇതാണ് നമ്മുടെ കാറ്റലോഗ്. ഇതിനകത്ത് നിൽക്കണം, ഇതിനകത്തുനിന്ന് വെളിയിൽ പോകരുത്. കേട്ടല്ലോ, പോകരുത്. ഞാനൊരു പഴയ പെന്തിക്കോസുകാരൻ എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് പറയുകയാണ്, ഇതിനകത്തുനിന്ന് പോകരുത്. പക്ഷേ ഇത് പ്രമാണമായിട്ട് നിൽക്കുമ്പോൾ ഇതിൽ പറയുന്ന ആളിനെയാണ് നമ്മൾ ഒരിക്കൽ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് രക്ഷിതാവായി സ്വീകരിച്ചു വച്ചിരിക്കുന്നത്. ആ മനുഷ്യനുമായി, ആ അദ്ദേഹവുമായി നമുക്ക് എപ്പോഴും എന്ത് വേണം? ആത്മബന്ധമുണ്ടാകണം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങണം, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങണം. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. രക്തത്താൽ ജയം. നീ 100 വാക്യം പറയുന്നതിനേക്കാൾ വലുതാണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. നീ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങണം. അതർ ടങ് എന്ന് പറഞ്ഞാൽ വേറെ ഭാഷ. ആമേൻ, 120 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ, ആമേൻ, ഇവരെല്ലാം ഗലീലക്കാരായ പുരുഷന്മാരല്ലയോ, പക്ഷേ നമ്മൾ ജനിച്ചു വന്ന ഭാഷയിൽ ഇവരെങ്ങനെ സംസാരിക്കുന്നു എന്ന് അവർ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഭാഷ അവർക്കവിടെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് അതർ ടങ്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ, ആമേൻ, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഭാഷ ഒരിക്കൽ പോലും ഒരാൾക്കും മനസ്സിലാകത്തില്ല. ഒരു ഭാഷാ പണ്ഡിതനും മനസ്സിലാകത്തില്ല, ഒരു പിശാചിനും മനസ്സിലാകത്തില്ല. ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അന്യഭാഷയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അറിയാത്തൊരു ഭാഷ, ഇവിടുത്തെ ഭാഷ എനിക്ക് പരിചയമില്ലെങ്കിലും ഞാൻ, ആമേൻ, പരിചയമില്ലാത്ത ഞാൻ ഈ ഭാഷയിൽ കയറി സംസാരിച്ചാൽ അതിന് അതർ ടങ് എന്ന് വിളിക്കും. ആമേൻ. എത്രയോ വിദ്യാഭ്യാസമില്ലാത്ത ദൈവദാസന്മാർ, ആമേൻ, ചൈനീസ്, ആമേൻ, ഭാഷയിൽ നിന്ന് വന്നവരോട്, ആമേൻ, ദൂത് പറഞ്ഞു, ചൈന ഭാഷയിൽ ദൂത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതിൻ്റെ പേര് അതർ ടങ് എന്നാണ്. അതിന് ലിപിയുണ്ട്. ആ ഭാഷയാണ് പെന്തിക്കോസ് നാളിൽ കേട്ടത്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്ന ഞാൻ പറയുന്ന ഭാഷയ്ക്ക് ലിപിയില്ല. ആ ഭാഷ ദൈവത്തിനറിയാം, നമുക്കും അറിയാം. നാം നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറയുന്നു, ദൈവം ഇങ്ങോട്ട് പറയുന്നു. ആ ഭാഷയുടെ പേരാണ് അന്യഭാഷ. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ പറയാണ്, അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. സംസാരിക്കാൻ ഒട്ടും മടിക്കരുത്. 100 വാക്യങ്ങളെക്കാൾ പവർഫുള്ളാണ്. ആമേൻ, വേദപുസ്തകം മുഴുവൻ അറിയാവുന്നതിനേക്കാൾ പവർഫുള്ളാണ്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും, ആമേൻ, സംസാരിച്ചു കൊണ്ട് ചെയ്യണം. റാംദന വൈഡമാന തൽക്കമാന സതുരാടകന സിയാൽക്കന. ആമേൻ, അന്യഭാഷകളിൽ വേണം വണ്ടി ഓടിക്കാൻ, അന്യഭാഷകളിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ, അന്യഭാഷ സംസാരിച്ചുകൊണ്ട്, ആമേൻ, കാര്യങ്ങളിലോട്ട് പോകണം. അത് ദൈവവുമായിട്ടുള്ള സംസർഗം വർദ്ധിപ്പിക്കും. അങ്ങനത്തെ ഒരു സംസർഗം ഉണ്ടാകണം, അന്യഭാഷ ഉണ്ടാകണം. ഇനിയും അത് കഴിഞ്ഞ് വേറൊരു ഭാഷയുണ്ടെന്നാ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ മനുഷ്യരുടെ ഭാഷയും കയറി, ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, മനുഷ്യരുടെ ഭാഷയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ലിപിയുള്ള ഭാഷ,
അത് അന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഈ പെന്തിക്കോസ് നാളിൽ എല്ലാവർക്കും മനസ്സിലായത്. നാട്ടുകാരെല്ലാം ചോദിക്കും, ഇപ്പം നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എന്താ തിരുത്താത്ത, എന്നാൽ പിന്നെ നിർത്തരുതെന്നൊക്കെ ചോദിക്കും. നോ, അത് തിരുത്താൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിന് നമുക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്ന പറഞ്ഞ ഭാഷ ആർക്കും മനസ്സിലാകത്തില്ല, പിശാചിനും മനസ്സിലാകത്തില്ല. അപ്പോൾ പിശാചിനും മനസ്സിലാകാതെ സംസാരിക്കാൻ പറ്റുന്നൊരു ഭാഷയാണ് അന്യഭാഷ. മനസ്സിലാക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഇതിനകത്ത് എഴുതപ്പെട്ടത് മുഴുവൻ എഴുതി വന്നതുകൊണ്ട് അവനും അറിയാം. ഹല്ലേലൂയ. അവൻ കൃത്യമായി പറയാണ്, ആമേൻ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യും? ദൂതന്മാരോട് കൽപ്പിക്കുമെന്നൊക്കെ അവനും പറയും. ഒരു വാക്യം പറഞ്ഞാൽ അവൻ 2 വാക്യം പറഞ്ഞ് ഇങ്ങോട്ട് പയറ്റും. ദൈവത്തിന് സ്തോത്രം. നീ കിടന്ന് 21 എടുക്കുമ്പോൾ അവൻ 40 എടുത്ത് ഇങ്ങോട്ട് പയറ്റിക്കൊണ്ടിരിക്കും. ആമൻ. വിരോധികളുണ്ട്, എതിർ പ്രാർത്ഥനകളുണ്ട്. ആമൻ. നമ്മൾ ഒരാഴ്ച ഉപവസിക്കുമ്പോൾ 8 ആഴ്ച അവന് ഉപവസിക്കും. അന്നേരം നമ്മൾ ഒരാഴ്ച കൊണ്ട് ചെല്ലുന്നത്. അതുകൊണ്ട് അതിനെയെല്ലാം ജയിക്കാനുള്ള ഏക മാർഗം, ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, ഇനിയും വരാനുള്ള, ഇനിയും എന്നോട് ഈ സഭ സംബന്ധിച്ച് സംസാരിക്കാനുള്ള ആമേൻ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം. എഴുതിയതല്ല, എഴുതിയതിനേക്കാൾ ശ്രേഷ്ഠമായി ഇനിയും അവൻ എന്നോട് സംസാരിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. സ്നേഹം അങ്ങ് വിട്ടേര്. ദൂതന്മാരുടെ ഭാഷ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദൂതന്മാരുടെ ഭാഷയിലേക്ക് കടക്കും. ഏഞ്ചലിക് പ്രസൻറ്റേഷനിലേക്ക് കടക്കും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ വന്നപ്പോൾ കേട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, റെസ്റ്റോറേഷൻ എന്നൊരു പദമാണ് ഈ പ്രാവശ്യം കർത്താവ് ഈ വർഷം നമുക്ക് തന്നേക്കുന്നത്. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്, മടക്കി വരുത്തലാണ്. ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ട ചിലതിനെ മടക്കി വരുത്തുമെന്ന് ഇന്നലെ കർത്താവ് പറഞ്ഞു. ആമേൻ. ഇതിനകത്തുനിന്ന് പോയോ പോയില്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. 3 കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ആമേൻ. ചില മടങ്ങി വരവ് ഇതിനകത്തുണ്ട്. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയ്ക്ക് സ്വന്തമായിരുന്ന, ആമേൻ, ദൈവമക്കൾക്ക് സ്വന്തമായിരുന്ന ചില ആത്മീയ അനുഭവങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ ആമേൻ പരിശുദ്ധാത്മാവ് വ്യഗ്രത കൊള്ളുന്നു. അതുകൊണ്ട് നിശ്ചയമായും ചില മടങ്ങി വരവുകളുണ്ട്, റെസ്റ്റോറേഷൻ ഉണ്ട്, ഹാർവെസ്റ്റ് ഉണ്ട്. ഇന്ന് ആമേൻ പകലിൽ പരിശുദ്ധാത്മാവ് അത് എന്നോട് എടുത്തു പറയാൻ പറയുന്നു. ഹാർവെസ്റ്റ് ഉണ്ട്. ആമേൻ. ഇനിയും ദൈവ സാന്നിധ്യമായിരുന്നു ഈ മാസത്തെ കുറിച്ചുള്ള പറഞ്ഞു. ഇനിയും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആമേൻ നമ്മൾ ഏഞ്ചലിക് വിസിറ്റേഷൻ, ദൂതന്മാരുടെ ഇടപെടലിലേക്ക് കയറാൻ പോവുക. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ദൂതന്മാരുടെ ഭാഷയുണ്ട്. കേൾക്കുന്നുണ്ടോ? അന്യഭാഷയുണ്ട്. ദൂതന്മാരുടെ ഭാഷ എപ്പോഴാണ് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ആവശ്യം വരുമ്പോൾ ദൂതന്മാരുടെ ഭാഷ നമ്മൾ സംസാരിക്കും. നമ്മൾ അറിയത്തില്ല അതെന്തുവാണെന്ന്, പിശാച് അറിയത്തില്ല. ഈ ഭാഷ സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൂതന്മാർ ആമേൻ നമുക്ക് ചെല്ലാൻ വയ്യാത്ത മേഖലകളിൽ ഇറങ്ങി ചെല്ലും. ആമേൻ. ഇവിടെ ഇപ്പോൾ ലിറ്റി എന്ന് പറഞ്ഞ ഒരു സഹോദരി നാട്ടിലേക്ക് പോയി, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ആമേൻ നമ്മൾ ഇവിടെ പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ ആൾ ഇവിടെ പ്രസൻ്റ് അല്ല. ആമേൻ സ്തോത്രം. നാം സംസാരിക്കുന്ന ഭാഷ ദൂതന്മാരുടെ ഭാഷയിലേക്ക് കയറിയാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതന്മാർ കാര്യങ്ങളെ നോക്കും. ആമേൻ. നമുക്ക് കടന്നു ചെല്ലാൻ വയ്യാത്ത മേഖലകളിൽ ഹല്ലേലൂയ, IC യൂണിറ്റിലേക്ക്, ഓപ്പറേഷൻ വാർഡിലേക്ക്, ആമേൻ, പ്രീ ഓപ്പറേഷൻ വാർഡിലേക്ക്, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്കോ ഒക്കെ ഇറങ്ങാൻ ആമേൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറക്കിയ സന്ദർഭങ്ങൾ ആമേൻ കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ആമേൻ ദൂതന്മാരുടെ ഭാഷയിലേക്ക് ദൈവസഭ കയറണം. അന്യഭാഷ വിട്ട് അന്യഭാഷകളിൽ നിന്ന് കയറി ദൂതന്മാരുടെ ഭാഷയിലേക്ക് കയറണം. പലർക്കും ഇതൊരു അലർജിയായി ആമേൻ അവരുടെ ഫാഷന് ചേരാത്തതായി തോന്നുന്നെങ്കിൽ ആമേൻ ഇന്ന് പകലിൽ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറയാണ്. അതിൻ്റെ പേരും റെസ്റ്റോറേഷൻ എന്നാണ്. നമ്മുടെ സഭ തുടങ്ങിയത് അങ്ങനെയാണ്. ഇവിടെ ഞാൻ പഴയ തമ്പാറൊക്കെ അടിച്ച് പാട്ട് പാടുന്നത് കണ്ട് എനിക്ക് അത്ഭുതമായി പോയി. ദൈവത്തിന് സ്തോത്രം. എത്ര സാഹചര്യങ്ങൾ വർദ്ധിച്ചിട്ടും, എത്ര ആമേൻ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആമേൻ ഒരു സെക്ഷനെങ്കിലും തമ്പാറൊക്കെ അടിച്ച് പാടാൻ തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അന്യഭാഷ പറയുന്നത് ഒരു കുറച്ചിലായി, ആമേൻ ഒരു ഫാഷന് കുറവായി തോന്നാതെ ഇന്ന് പകലിൽ ശബ്ദമുയർത്തി അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരുന്നാട്ട് ആമേൻ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ആമേൻ തിരുവത്താഴം ഇതിൻ്റെ നടുവിലുണ്ട്. ഇന്ന് പകലിൽ ഒരു അത്ഭുതം ഇതിനകത്ത് നടക്കണം. ആമേൻ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഞങ്ങൾ ദൈവദാസന്മാർ എപ്പോഴും പറയും, ഞങ്ങൾ ഇച്ചിരി നെഗറ്റീവായിട്ട് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. ജനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി കൂടെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. ആമേൻ. വിശുദ്ധിയില്ലാതെ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ശിക്ഷാവിധി സംബന്ധിച്ച് ഇത് എന്തായി മാറും? ഇത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ
രക്തവുമായി മാറുമെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞേ പറ്റൂ, പറഞ്ഞാലല്ലേ പറ്റത്തുള്ളൂ. കാരണം ആൾക്കാരല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഇച്ചിരിയും ഒരു ചെറിയ പോയിന്റ് നോക്കിയിരിക്കുക. ഈ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച എന്താ കിട്ടുക, അതേ അവരെടുക്കത്തുള്ളൂ. അങ്ങനെയാണ് കാലഘട്ടം. അതുകൊണ്ട് അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പറയും, ശിക്ഷാവിധി സംബന്ധിച്ച് എന്ത് ചെയ്യും? ഇത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായി മാറുമെന്ന് പറയുന്നു. ഇന്ന് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ശകലം മാറ്റി പറയട്ടെ. ഗ്ലോറി ടു ഗോഡ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായി മാറത്തില്ലെന്നുണ്ടോ? ശിക്ഷാവിധി സംബന്ധിച്ച് മാറുമെങ്കിൽ ഹല്ലേലൂയ, അതിൻ്റെ തൊട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേൻ, നമ്മൾ ഇന്നിത് ഭക്ഷിക്കുമ്പോൾ ആമേൻ, ഇന്ന് വരെ നമ്മൾ കണ്ടുപിടിക്കാത്ത ചില രോഗമണ്ഡലങ്ങളുടെ മേൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്നെ ആമേൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, ആമേൻ നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടി ഇതിനകത്തൊരു വലിയ രൂപാന്തരമുണ്ടാകും. എന്നും എടുക്കുന്നത് പോലെ ഇന്ന് കാണണ്ട, ഇന്നൊരു പുതിയ അനുഭവം ഇതിനകത്തുണ്ടാകും. എന്നും എടുത്ത് വീഞ്ഞു കുടിക്കുന്നത് പോലെ, അപ്പം തിന്നുന്നത് പോലെ കാണാതെ നീ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആമേൻ സ്തോത്രം, കർത്താവേ എന്നെ രക്ഷിക്കാൻ വേണ്ടി, അങ്ങയുടെ രക്തവും അങ്ങയുടെ ശരീരവുമായി ഇത് മാറപ്പെടുന്നതിനാൽ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ടെടുത്താൽ, ആമൻ ഇതുവരെ തീരാത്ത ചില ആമൻ വ്യാധിയെ അവൻ നിനക്ക് വേണ്ടി അഴിച്ചു മാറ്റാൻ ഇന്ന് പകലിൽ ആത്മസാന്നിധ്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആമൻ എന്നും ശിക്ഷിക്കാനാണ് വരുന്നതെങ്കിൽ ഇന്ന് പകലിൽ ആമൻ നിന്നെ രക്ഷിക്കാൻ വരുന്നു. അന്യഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാകണം. ആമേൻ. ഭാഷകൾ മാറണം. ആമേൻ, മാറണം. ഇന്ന് പകലിൽ അന്യഭാഷയിൽ ചലിക്കട്ടെ. എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നു. എൻ്റെ പ്രസംഗമല്ല വലുത്. ആമേൻ, അന്യഭാഷകളിലേക്ക് കയറണം. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തവർ കയറണം. ഇതുവരെ അഭിഷേകത്തിലേക്ക് കയറിയിട്ടില്ലാത്തവർ കയറിയേ പറ്റൂ. കേറണം. ഹല്ലേലൂയ. വെറുതെ മെനക്കെടാൻ വന്നവരാകരുത്. അന്യഭാഷയിൽ, ആത്മാവിൽ, ദൈവശക്തിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് പോകണം. ആമേൻ. അപ്പോൾ മനുഷ്യരുടെ ഈ ദൂതന്മാരുടെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആമേൻ. ഒന്നാമത്തത്, അവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന പുതിയൊരു കാര്യത്തോടെ വന്നു. സകല വചനം കൊണ്ടും ആമേൻ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് അങ്ങോട്ട് നോക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. സകല വചനം കൊണ്ടും ജീവിക്കും. രണ്ടാമത്തെ പരീക്ഷ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന്. ഇവൻ എഴുതിയത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ അരുളി ചെയ്തത് പറയണം. പ്രസംഗിക്കാൻ ഒരുപാട് പേർക്ക് കഴിയും. ഹല്ലേലൂയ. എഴുതപ്പെട്ടത് പറയാൻ ഒത്തിരി പേർക്ക് കഴിയും. കാരണം എഴുതിയത് കയ്യിലുണ്ട്, സാത്താനും കഴിയും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നാൽ അരുളി ചെയ്തൊരു സാധനമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്ന രേമാവേട്. എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. യേശു പറഞ്ഞപ്പോൾ എഴുതിയതല്ല പറഞ്ഞ, അരുളി ചെയ്തതാ. ഇപ്പോഴും എഴുതിയിടത്ത് കിടക്കുവാണോ, അരുളി ചെയ്യുന്നിടത്ത് കയറുന്നുണ്ടോ? എവിടാ? ആമേൻ. ദൈവസഭയെ ഞാൻ ക്ഷണിക്കുന്നു. ആമേൻ. അരുളി ചെയ്യുന്നത് കേൾക്കാൻ കയറണം. ഹല്ലേലൂയ. എഴുതിയിടത്തു നിന്ന് നമ്മൾ തുടങ്ങി അരുളി ചെയ്യുന്നത് കേൾക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. എഴുത്തിനകത്തുനിന്ന് കയറി വാ. ആമേൻ. അരുളി ചെയ്യുന്നത് കേൾക്കാം. ഉണ്ടോ? വ്യത്യാസം കണ്ടോ? ഒരു കുളം അവിടെ കിടക്കുക. ആ കുളം അവിടെ കിടക്കുന്നിടത്തോളം കാലം കുളവും അവിടെ കാണും. ഹല്ലേലൂയ. രോഗിയും അവിടെ കാണും, സഭയും അവിടെ കാണും. എന്താണ്? ബെഥസ്ത അല്ലേ? ആമേൻ. കുളവും അവിടെ കാണും, രോഗിയും അവിടെ കിടക്കും. കുളം അവിടെ കിടക്കും, രോഗി അവിടെ കിടക്കും. എപ്പോഴാണോ ദൂതൻ വന്ന് ശാന്തമായി കിടക്കുന്ന ഈ കുളത്തെ, ഈ ലോഗോസിനെ, ആമേൻ, ദൂതൻ വന്നിട്ടൊരു കലക്കും, രേമയാക്കും, അവിടെ ചാടിയാൽ വിടുതലാണ്. ഹല്ലേലൂയ. അരുളി ചെയ്യുന്ന വചനങ്ങൾക്കേ വിടുതലുള്ളൂ. ആമേൻ. പ്രാർത്ഥനാ മുറി ചിലത് കേൾക്കാൻ പോവുക, വ്യക്തിപരമായി കേൾക്കാൻ പോവുക. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മണക്കാല പഠിക്കാൻ പോയവർ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ചെറുക്കൻ ഇച്ചിരി തീ ഉണ്ടായിരുന്നു, തിയോളജി പഠിക്കാൻ പോയി ഉള്ള തീ കെട്ടുപോയെന്ന്. സ്തോത്രം. ആ മുറിക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നിടത്ത് വെച്ച് രാത്രിയിലാണ് എനിക്ക് ദൈവശബ്ദം ഉണ്ടായത്. ഒറ്റ ദൈവശബ്ദം എന്നെ അടിമുടി മാറ്റി. രക്തത്തെ ഒറ്റ ദൈവശബ്ദം എന്നെ അടിമുടി മാറ്റി. ഹല്ലേലൂയ. ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് രോഗം സൗഖ്യം കിട്ടിയതാ. അതുകൊണ്ട് ഞാൻ രോഗശാന്തി പറയും. ഈ സഭ രോഗശാന്തി പറയുന്നതാണ്. പറയണം. സഭയെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. രക്തത്താൽ ജയം, രോഗശാന്തി ഒരു പദ്ധതിയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വരാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുന്നു, രോഗശാന്തിയുടെ ഒരു വിങ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ചിലരെയൊക്കെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും.
ഹല്ലേലൂയ. ഇവിടെ പുറകിൽ ഉഴപ്പിയിരിക്കുന്ന പലരോടും പറയും അവൻ്റെ അടുത്തോട്ട് പോയി പ്രാർത്ഥിക്കാൻ, ആ നിലകളിലേക്ക്. ഹല്ലേലൂയ. കുഞ്ഞെ, ഞാൻ വേറൊരു പരിപാടിയിൽ നിൽക്കുക, ഇന്ന ബ്രദറിൻ്റെ അടുത്തോട്ട് പോയി പ്രാർത്ഥിച്ചാട്ടെന്ന് പാസ്റ്റർ പറയുന്ന നിലകളിലേക്ക് ചിലരെ രോഗശാന്തി വരമേൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ചുമ്മാ പറയല്ല, ആമേൻ, ഇത് നടക്കാൻ പോകുക. അങ്ങനത്തെ വിങ്ങിതിനകത്ത് പ്രത്യക്ഷമാകുമെന്ന ആത്മാവെന്നോട് പറയാൻ ഇന്ന് പകലിൽ ആമേൻ ആമേൻ എന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി. ഓ റബാല ഷണ്ടലാര ഘടക മധുരാധകസിയാൽക്കന. ആമേൻ. നമുക്ക് വേണ്ടി അവൻ വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. 3 പരീക്ഷകളും അങ്ങോട്ട് ജയിക്കണം. പരീക്ഷ ജയിക്കണമെങ്കിൽ ഇന്ന് വരെ നമ്മൾ ഒത്തിരി ഉപവസിച്ചിട്ടും കയറാത്ത എന്താണെന്നറിയാമോ? അറിയാമോ ദൈവദാസന്മാരെ? നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊന്ന് കേട്ടു. ഞാൻ പഠിക്കാൻ പോയത് ഉഴപ്പിയാണ്. വീട്ടുകാരെ വിട്ടേൻ അവരെ പ്രാഗിക്കൊണ്ടാണ് ഞാൻ പോയത്. നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടാണ് പോയത്. കാരണം ദൈവദാസന്മാരെ ഇട്ട് കണ്ണുനീര് കുടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതില്ല. ഞാൻ പഴയ വെന്തിക്കോസുകാരനല്ലയോ. ഇത് കണ്ടേച്ച ഞാൻ പോയത്. തൊട്ടടുത്താണ് ചർച്ച് ഓഫ് ഗോഡ്, അപ്പുറത്താണ് IPC. സ്തോത്രം. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ചർച്ച് ഓഫ് ഗോഡിലാണ് ഞാൻ സൺഡേ സ്കൂളെല്ലാം പഠിച്ചത്. കാരണം വയ്യാത്തതുകൊണ്ട് എനിക്ക് അവിടെ വരെ പോകാൻ വയ്യ. IPC വരെ പോകും. സ്നാനപ്പെട്ടത് IPCയിലാണ്. അപ്പോൾ 2 സഭ എനിക്ക് ഒരുപോലെ മാതൃസഭയാണ്. ദൈവത്തിന് സ്തോത്രം. അത്രയും ദൂരം പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ണുനീര് കുടിക്കുന്നതെല്ലാം ഞാൻ കണ്ടതാണ്. എനിക്ക് ഈ പണി ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ട് ഞാനത് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ദൈവശബ്ദം ഉണ്ടായപ്പോഴാണ്. ഇന്ന് പകൽ ഒരു ദൈവശബ്ദം കൊതിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെ, ദൈവശബ്ദം കൊതിക്കുന്നുണ്ടോ? നീ അന്യഭാഷ പറഞ്ഞു തുടങ്ങുക. നീ പ്രാർത്ഥനാമുറി കയറി കതവടച്ചിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കുത്തിയിരിക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിൻ്റെ മുറിയിൽ ആളത്തം പോലെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരാണ്ടൊക്കെ എഴുതിയ പുസ്തകം വായിച്ച് ആമേൻ അതും വിളിച്ചു പറഞ്ഞ് പിന്നെ അത് പറഞ്ഞുകൊണ്ടൊക്കെ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം നേരിട്ട് കേട്ടിട്ട് പറ. അഭിഷേകം വന്നാൽ നീ ആള് മാറുമെന്ന്. കർത്താവ് യേശുക്രിസ്തുവിനെ നോക്ക്, വേറെ ആരെയും നീ നോക്കണ്ട. 12 വയസ്സ് മുതൽ ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാണ് വായിക്കാൻ. ഇവിടെ കീബോർഡ് വായിച്ച സഹോദരന്മാരുണ്ട്, പാട്ട് പാടിയവരുണ്ട്, ഡ്രം അടിച്ച സഹോദരനെ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർ വന്നാൽ അവർ വന്നെന്നറിയാം. ചില ദിവസം ഡ്രം ചുമ്മാ ഇരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഡ്രം അടിക്കുന്ന ആൾ വന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ചിലർ വന്നെന്നറിയാം. ഒന്ന് കരങ്ങളെ ഉയർത്തിയാൽ വന്നെന്നറിയണം. ഹല്ലേലൂയ. ചില ദൂരെ നിന്ന് കയറി വരുമ്പോഴേ അറിയാം ഇന്നാരിന്ന് വന്നിട്ടുണ്ടെന്നറിയാം. ആമേൻ. അവരുടെ ശബ്ദം കേട്ടാൽ അറിയാം, മൈക്കിൽ കൂടെ കേട്ടാൽ അറിയാം, അന്യഭാഷ കേട്ടാൽ അറിയാം ഇന്നാരാണ് വരുന്നത്, ഇന്നാരാണ് ഇന്ന് ലീഡ് ചെയ്യുന്നത്, ഇന്നാരാണ് ഇന്ന് കീബോർഡ് വായിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. തമ്പുരാൻ നല്ലവണ്ണം ആമേൻ പുസ്തകം വായിക്കുന്ന ആളായിരുന്നു. നല്ലവണ്ണം ആമേൻ പുസ്തകങ്ങളെ വായിക്കുന്ന ആളായിരുന്നു. അത് 12 വയസ്സ് മുതൽ പുള്ളി വായിക്കും. 30 വയസ്സ് വരെ അടിപൊളിയായിട്ട് വായിക്കും. നല്ല പള്ളിയിലെ അച്ഛന്മാർ വായിക്കുന്നത് പോലെ നല്ല കൃത്യമായിട്ട് വായിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ യേശു വന്നെന്നറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വായന കേൾക്കുമ്പോൾ അറിയാം യേശു വന്നിട്ടുണ്ട് പള്ളിയിൽ നിന്ന്. എല്ലാ ആഴ്ച പള്ളി വരും, പുസ്തകം വായിക്കും. പുസ്തകം വായിക്കാൻ അങ്ങ് ഏൽപ്പിച്ചേക്കുക പുള്ളിയെ. പക്ഷേ ഗ്ലോറി ടു ഗോഡ്. അഭിഷേകമൊക്കെ ആമേൻ അവൻ്റെ മേൽ ദൈവാത്മാവ് വന്നു. ആമേൻ സ്നാനമൊക്കെ ഏറ്റ് ദൈവാത്മാവൊക്കെ വന്നു കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് വന്നു. അന്ന് പള്ളി വന്നപ്പം സാധാരണ വായിച്ചു വരുന്ന ബാക്കി അവിടെ നമ്മൾ സങ്കീർത്തനം വായിക്കുന്ന പോലെ 1, 2, 3 എന്ന് വായിക്കുന്ന പോലെ ആ ക്രമമായിട്ടാണ് വായിക്കുന്നത്. അന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പള്ളിയിലെ കൈക്കാരൻ എടുത്തുകൊണ്ട് വന്ന് കയ്യിലോട്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. 20 കിലോ ഉണ്ട് ആ സാധനത്തിൻ്റെ വെയിറ്റ്. അത്രയുള്ള സാധനമാണ്. അത് ചുമ്മിക്കൊണ്ട് നടക്കാൻ പറ്റുന്നതല്ല. അതെടുത്ത് കയ്യിലോട്ട് കൊടുത്തു. ആമേൻ. പീഡിതരോട് പ്രസാദവർഷം പ്രസംഗിപ്പാൻ, ബദ്ധന്മാരെ വിടുവിപ്പാൻ, കുരുട്ട് കണ്ണ് തുറപ്പിപ്പാൻ ആമേൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പുള്ളി വായിച്ചു. ഹല്ലേലൂയ. എന്നും വായിച്ച പോലല്ല അന്നത്തെ വായന. ആ വായന കഴിഞ്ഞപ്പം പള്ളിയിലുള്ള എല്ലാവരുടെയും കൺകൾ അവങ്കൽ പതിഞ്ഞു. ഹല്ലേലൂയ. സകലരുടെയും കൺകൾ നിന്റെ നേരെ പതിയുന്ന ആമേൻ ഒരു ദൈവിക അഭിഷേകമുണ്ട്. എന്നും വായിച്ചതുപോലെ അല്ല, എന്നും പ്രസംഗിക്കുന്നത് പോലെ അല്ല, എന്നും പാടുന്നത് പോലെ അല്ല. ആമേൻ. കൃത്യമായ ഒരു അഭിഷേകം നിന്റെ മേൽ വീണ് കഴിഞ്ഞാൽ നിന്റെ പാട്ടിനകത്ത് മാറ്റമുണ്ടാകും. സകല കൺകളും, ഇംഗ്ലണ്ടിലെ സകല മേഖലകളും, സകല കണ്ണുകളും ഇങ്ങോട്ടേക്ക് തിരിയും. ആമേൻ. സകല മേഖലകളിലുള്ള സകല കണ്ണുകളും ഒരൊറ്റ പോയിന്റിലേക്ക് വെളിപ്പെടുന്ന ഒരു അഭിഷേകം ഉണ്ടാകണം. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, ആമേൻ ഞാൻ ഈ മലയിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കും, സകല സ്ഥലങ്ങളും കാണാം. ആമേൻ. ഞാൻ ഈ സംസാരിച്ച വാഹനം എനിക്ക് അന്നേരം സന്തോഷം വന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സകല കണ്ണുകളും ഒരൊറ്റ പോയിന്റിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ പോകുന്നു. അത് ദൈവസഭയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആരുടെയെങ്കിലും അകത്ത് ദൈവത്തിന്റെ വചനം കത്തുന്നെങ്കിൽ, അഭിഷേകം കത്തുന്നെങ്കിൽ,
ആമേൻ. സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോടൊരു വലിയ പ്രവചന ദൂത് അറിയിക്കാൻ പോവുക. ഞങ്ങൾ പ്രവാചകന്മാരാ. പ്രവചനം കേട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ കള്ളവ പറഞ്ഞാലും കിട്ടും. പക്ഷെങ്കിൽ ഞങ്ങൾ കള്ളവ പറഞ്ഞെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചിലപ്പം ദൈവം നിന്നോട് നിങ്ങൾ കരയും, ചോദിക്കും, നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. പറഞ്ഞതല്ലേ, തന്നേ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ്, എടാ നീ എന്തിനാടാ ചുമ്മാ കയറി പറഞ്ഞേ, അതിൻ്റെ പേയ്മെൻറ്റ് ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളതാണ് പ്രവചനം. ഒന്ന് കരകളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഞാൻ വലിയ ശാരീരിക രോഗബദ്ധതയിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 35 വയസ്സ് കഴിയുമ്പോഴാണ്, 36ാമത്തെ വയസ്സ് എടുക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വളരെ ശാരീരിക ബുദ്ധിമുട്ടിലൂടെ പോയ ഒരാളാണ്. സൗഖ്യമില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയത്തില്ലല്ലോ, പിന്നല്ലേ കാര്യങ്ങൾ നടക്കും. എങ്കിലും ഞാൻ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ ഒരിക്കൽ പാസ്റ്റർ മെവർഗീസിനെ കണ്ട സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സാമച്ചനെ കാണണമെന്ന്. ഞാൻ ഇന്നലെ അത് പറഞ്ഞായിരുന്നു. അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. പ്രവചനങ്ങൾക്ക് ശക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രവചിക്കാൻ പോവുക. വലിയൊരു പ്രവചനം അങ്ങോട്ട് കൈമാറാൻ പോവുക. കേട്ടണം. ആ പ്രവചനം കൈമാറാൻ വേണ്ടി ഉറപ്പിക്കാൻ പോവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അദ്ദേഹം എന്നോടൊരു ദൂത് പറഞ്ഞു. ഈ പുറകെ വന്ന് ചുമന്നുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, വേഷം മാറി പടയിൽ കിടന്നവനെ തിരിച്ചറിയുന്ന. അപ്പം ഞാൻ പുള്ളിയെ പറ്റിക്കാൻ വേണ്ടി, കാരണം പുള്ളിയുടെ അനിയൻ എൻ്റെ കൂടെ പഠിച്ച്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എന്നെ മനസ്സിലാകല്ലേ, അതിനുവേണ്ടിയാണ് പോയി ഇരുന്നത്. ഞങ്ങളുടെ തലയിലെങ്ങാണ്ട് കയറുമോ? എടാ, ഇവിടുത്തെ 12 ക്ലാസ് സൺഡേ സ്കൂൾ മതിയല്ലോ, BTH വലുതാ. ഞങ്ങളുടെ പഴയ ബെന്തിക്കോസിനകത്തെ സൺഡേ സ്കൂൾ പോരെ, ദൈവത്തിന് അതിനേക്കാൾ വലുതാ. അപ്പോൾ അതും കഴിഞ്ഞ് സെരാമ്പൂർ ഡിഗ്രിയും കഴിഞ്ഞ് അതിൻ്റെ കൂടെ BCom കഴിഞ്ഞ് ട്യൂഷൻ സെൻറ്റർ നടത്തി ഇങ്ങനെ പോകുന്ന ഒരുത്തൻ്റെ തലയിലോട്ട് ഇച്ചിരി കയറണമെങ്കിൽ ഈ ഇരിക്കുന്ന ജ്ഞാനം പൊട്ടണ ഇച്ചിരി പാടാ. ഞാൻ ഇന്ന് പകൽ പറയുന്നു, സകല സർട്ടിഫിക്കറ്റും കൊണ്ട് താത്തു വെക്കാമെങ്കിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. സകലതും താത്തു വെക്കുന്നിടത്തെ പ്രവൃത്തി തുടങ്ങത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആ ഹുങ്ക് വെച്ച് പുള്ളി പറഞ്ഞ് അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറകെ പോയി പമ്മി ഇരുന്നപ്പം എന്നെ തെരഞ്ഞു പിടിച്ച 150 പേരുടെ ഇടയിൽ നിന്ന് പൊക്കി ആ ചുമന്നുടുപ്പുകാരൻ ഇവിടെ വരാൻ പറഞ്ഞു. എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആനക്കൂടിന് സമീപം ടെൻറ്റ് പോലൊരു സ്ഥലം, ടെൻറ്റ് പോലൊരു സ്ഥലം, അതിൻ്റെ അങ്ങേയറ്റത്തൊരു പാർപ്പിടമുണ്ട്. നിന്നെ, എൻ്റെ ജനത്തെ ഞാൻ അവിടെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ ആരാധനയ്ക്കായി ഒരു സ്ഥലമില്ലാതെ ഭാരപ്പെട്ടിങ്ങനെ നടക്കുക. എവിടുന്ന് കിട്ടാനാ? ആര് തരാനാ? 5 പൈസ കയ്യിലെടുക്കാനില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത കഷ്ടകാലത്തിൽ നടക്കുമ്പോൾ എങ്ങനെ കിട്ടും? ഞങ്ങൾ ആനക്കൂടിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ ഒരു വീട് പൂട്ടിക്കിടപ്പുണ്ട്. അതിനോട് ചോദിച്ചപ്പോൾ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. അത് ഹിന്ദുക്കളുടെ വീട്, അവർ തരികയില്ല. പിന്നെ ആനക്കൂടിനടുത്തുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ആനക്കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ഇനി എന്തെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കും നിങ്ങൾ. അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. 500 മീറ്റർ അടുത്താണ്. ദൈവദാസൻ്റെ ഈ നമ്പറുണ്ട്, ധൈര്യമായിട്ട് പോരാം, നിങ്ങളെ ഗൈഡ് ചെയ്യാം. അവിടെ ഒത്തിരി ഇക്കോ ടൂറിസം പരിപാടികളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ആനക്കൂടിന് സമീപം ടെൻറ്റ് പോലൊരു സ്ഥലം, തൊട്ടടുത്താണ് കത്തോലിക്ക പള്ളി. കത്തോലിക്ക പള്ളിയിൽ ചെന്ന് ചോദിക്കാൻ നോക്കുമോ, ഇത് കൊടുക്കാൻ വല്ലതും ആണോ? ഞങ്ങൾക്ക് ഇങ്ങനെ കൂട്ടായ്മ വാടകയ്ക്കാ, ഇത് കൊടുക്കാൻ വല്ലതും ആണെന്ന് ചോദിക്കാൻ പറ്റുമോ? അവർ റെഡിയാക്കി വിടത്തില്ല. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. അവരോട് ചോദിക്കാൻ പറ്റൂ. ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. വാഗ്ദത്തം കേട്ട ദൈവജനത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ വാഗ്ദത്തത്തിൻ്റെ മേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വേണ്ടി ചില പദ്ധതികളെ ഒരുക്കും. പിന്നുള്ളത് TPM ഹോളാണ്. TPMകാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ദൈവദാസൻ TPM നിന്ന് തുടങ്ങി വന്ന ആളാണ്. അവർ എവിടെ പോയാലും കുറച്ച് മണി സ്ഥലമല്ല മേടിക്കുന്നത്, ഇഷ്ടം പോലെ സ്ഥലം അങ്ങ് മേടിച്ച് കൂട്ടും. പണ്ടങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ അങ്ങനെ സ്ഥലം അനുഗ്രഹിച്ചാന്നാ പറയുന്നത്, എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും വലിയ സ്ഥലം മേടിക്കും. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, ഒരു വിരോധവും ഇല്ല. ഒത്തിരി സ്ഥലം വേണം. അപ്പോൾ ആദ്യം ഈ ചർച്ച നിൽക്കുന്ന സ്ഥലം പോരാഞ്ഞിട്ട് പാർക്കിങ്ങിന് ഒരു 20 സെൻറ്റ് സ്ഥലം കൂടെ അപ്പുറത്ത് വാങ്ങിച്ച് അവർ കുറേ കൂടെ വിശാലമായിക്കൊണ്ടിരിക്കുക. അടുത്തടുത്ത സ്ഥലങ്ങൾ അവർ മേടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആൾക്കാരാണ് അവർ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിഷമിക്കണം. എൻ്റെ മൂത്ത സഹോദരിയൊക്കെ TPMലാണ് കൂടുന്നത്. അവർ കൂടുന്ന ചർച്ചിൻ്റെ കാര്യം ഞാനീ പറയുന്നു. അമേൻ. അങ്ങനെയുള്ള ആ ചർച്ച് മാത്രം അവിടെ ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്, അവിടുത്തെ പാസ്റ്റർ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വലിയൊരു സ്ഥലം വാങ്ങിച്ച് മാറാൻ പോവുക. ഇതൊരു ദൈവവേലയ്ക്കേ കൊടുക്കത്തുള്ളൂ. പുനലൂരെങ്ങാണ്ടുള്ള ഒരു ചർച്ച ഇതുപോലെ വിറ്റു. അതാരാണ്ട് ഹൈന്ദവ സ്നേഹിതർ മേടിച്ചു. അതിനകത്തൊരു മണ്ഡപം വന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നടന്ന് സ്തോത്രം, വെളുപ്പിനെ 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഇപ്പം വേറെ സാധനം കേൾക്കുന്നു. ഇത് കേട്ടപ്പോൾ വലിയ വിഷമമായിപ്പോയി. നാട്ടുകാരെല്ലാം ഈ പുള്ളിയെ കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ടൊരു വേലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വല്ല ആ താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ചോദിച്ചു, പാസ്റ്ററെ എത്ര വേണം?
22 ലക്ഷം രൂപ വേണം, അതിൽ കുറയത്തില്ല, കാരണം ഞങ്ങളുടെ പണിക്ക് വേണ്ടി, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകാനല്ലല്ലോ എന്ന് പറഞ്ഞു. 22 ലക്ഷം പോയിട്ട് 22 പൈസ എടുക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. എല്ലാം കൂടെ തല്ലിപ്പറിച്ച് ഒരു 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് എഗ്രിമെൻറ്റ് വെച്ചു. ദൈവത്തിന് സ്തോത്രം, എഗ്രിമെൻറ്റ് വെച്ചു. പക്ഷേ ആ എഗ്രിമെൻറ്റ് ക്യാൻസലായിപ്പോയി. ആമേൻ. ദൈവത്തിൻ്റെ ദാസൻ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, ആനക്കൂടിന് സമീപം ടെൻറ്റ് പോലൊരു സ്ഥലം, അതിൻ്റെ അങ്ങേയറ്റത്തൊരു പാർപ്പിടം. അവരുടെ പാർപ്പിടവും സൗകര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്, നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എൻ്റെ ജനത്തെ ഈ നാടുകാണി മലയെ നീ ആമേൻ ഈ പൈശാചിക കോട്ടയിൽ നിന്ന് ആമേൻ കോന്നി സെൻറ്ററിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ച് പറഞ്ഞു. രക്തത്താൽ ജയം. അതിനൊക്കെ ശേഷം എനിക്ക് വലിയ സൗഖ്യമുണ്ടാകുന്നത് നിങ്ങൾ കേട്ടോണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എഗ്രിമെൻറ്റും ക്യാൻസലായി. ചില പ്രവചന ദൂതുകൾ പറഞ്ഞ് ആമേൻ മുൻപോട്ട് വരുമ്പോൾ അത് ക്യാൻസലായി പോകുമ്പോൾ നിരാശപ്പെടരുത്, അത് ക്യാൻസലായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് തന്നുകൊണ്ടിരിക്കുക, പണി തീരുമ്പോഴത്തെ ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം, പക്ഷേ വിൽക്കുവാണെങ്കിൽ ഈ പൈസ തിരിച്ചും തന്നേക്കാം, വിഷമിക്കേണ്ട, നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ടെന്നൊക്കെ ആ മനുഷ്യൻ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ എം എ വർഗീസിൻ്റെ ചർച്ചിലെങ്ങാണ്ട് 20 മെസ്സേജ് പ്രസംഗിച്ചു. 2001, 2002, 2003, 2004 വർഷങ്ങളിൽ ആ ഹെബാളിലെ ആ ആദ്യത്തെ ചർച്ച ഓപ്പണാക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആദ്യത്തെ ഞായറാഴ്ച പാസ്റ്റർ സാമച്ചനാണ് പ്രസംഗിക്കുന്നത്. 2ാമത്തെ ഞായറാഴ്ച എനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നാടുകാണി മലയിൽ അവിടെ ആമേൻ അവിടം കൊണ്ട് ഒതുങ്ങി വലിച്ച് മൂലെ കിടന്ന് ഇനി ഒരിക്കലും ശ്വാസം വിട്ട് എഴുന്നേറ്റ് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ എന്നെ സൗഖ്യമാക്കി ആമേൻ സ്വർഗത്തിലെ അപ്പൻ എന്നെ അവിടെ കൊണ്ടു നിർത്തി. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 10,000 കൂടുന്ന സർവീസിൽ എന്നെ കൊണ്ട് നിർത്തി. ആമേൻ. അവിടെ നിർത്തുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്, അവിടുത്തെ പാസ്റ്ററുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, അബ്രഹാം പാസ്റ്ററെ ഒരു 5 മിനിറ്റ് തന്നതിൽ നിന്ന് എനിക്കൊന്ന് തിരിച്ചു തരണം. ഞാൻ ചോദിച്ചാൽ ആർക്ക് കൊടുക്കാനാ? ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ? സാക്ഷാൽ ഭക്തവത്സലൻ. എൻ്റെ ദൈവമേ, ഭക്തവത്സലൻ്റെ പാട്ട് കേൾക്കാൻ പോലും നമുക്ക് ICPF വർക്ക് ചെയ്തിട്ടുണ്ട്. ആമേൻ. ആ പാട്ടിൻ്റെ കാസറ്റ് വാങ്ങിച്ചിടാൻ ഗതിയില്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം എൻ്റെ 5 മിനിറ്റ് ചോദിക്കുക. ഗ്ലോറി ടു ഗോഡ്. അഭിഷേകം നിൻ്റെ തലമേൽ വെളിപ്പെട്ടു വന്നാൽ, അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടു വന്നാൽ സകല പൈശാചിക നുകകൾ ഓടിഞ്ഞു പോകും. ആമേൻ. ഈ ലോകത്തിൻ്റെ നെറുകയിൽ ആമേൻ നിന്നെ കൊണ്ട് നിർത്താൻ ആമേൻ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന നിന്റെ മേൽ അഭിഷേകം വരണം. അഭിഷേകം വന്നാൽ കൊണ്ട് നിർത്തും, പേടിക്കണ്ട. ആമേൻ. എവിടെയും കൊണ്ട് നിർത്തും. അങ്ങനെ എനിക്ക് ആമേൻ സ്തോത്രം ആ ദൂതൊക്കെ ഇങ്ങനെ പ്രാപിച്ച് നിൽക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇത്രയും സ്ഥലത്ത് പോയിട്ടും നമ്മുടെ സ്വന്തം നാട്ടിലെങ്ങും ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മല്ലപ്പള്ളിയിലെ ഒരു മീറ്റിങ്ങിന്, മല്ലപ്പള്ളി എന്ന സ്ഥലത്ത്, അവിടെ മല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു മീറ്റിങ്ങിന് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥന. എനിക്ക് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ രാത്രി വന്നാൽ എനിക്ക് വണ്ടിയൊന്നുമില്ല, എന്നാൽ ഉച്ചയ്ക്ക് ഒരു 1 മണി മുതൽ 4 മണി വരെ ഇരിക്കണം, അത് കഴിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 4 മണി വരെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, അല്ല എബ്രഹാം പാസ്റ്റർ അവിടെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. ചർച്ചൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചർച്ചയില്ലച്ചാ, ഇങ്ങനെ 1 ലക്ഷം രൂപ കൊടുത്ത എഗ്രിമെൻറ്റും ക്യാൻസലായി, ഇങ്ങനെ എത്ര കൊടുക്കണം ഇനി? ഞാൻ പറഞ്ഞു ടോട്ടൽ 22 രൂപയായിരുന്നു, 1 കൊടുത്തു, ഇനി 21 കൊടുക്കണം. ഹല്ലേലൂയ. യഹോവ ദൈവം ചെയ്യും. ഒരു കാര്യം ചെയ്യും, ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിരെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിരെന്ന്. ഞാൻ ഇന്ന് പുറത്ത് പോയി വരട്ടെ, 2 പരിപ്പ് വടയൊക്കെ വാങ്ങി വരട്ടെ, ചായ കുടിക്കണ്ടേ എന്ന് പറഞ്ഞ് പുള്ളി വെളിയിലോട്ട് പോയി. തിരിച്ചു വരുമ്പം എൻ്റെ 21 ലക്ഷം രൂപ കൈക്കൊണ്ട് തന്നു. കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പരിചയവുമില്ലാത്തൊരു ബിസിനസ്സുകാരൻ, ഗ്ലോറി ടു ഗോഡ്, 21 ലക്ഷം രൂപ എടുത്ത് നേരിട്ട് കൈ തരണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ആമേൻ. ഇന്നിവിടെ പറയാൻ പോകുന്ന ദൂതുകൾക്ക് ജീവനുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രക്തത്താൽ ജയം. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. അഭിഷേകം സകല നുകത്തെയും തകർക്കും. നിങ്ങൾക്ക് 21 ചെറുതായിരിക്കാം. ആമേൻ. എനിക്ക് 2008 അത് ചെറുതല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അതിനകത്ത് പാർക്കുന്നു. വീടില്ലാത്തവരെന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വീടില്ലാത്തവർ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നിന്നെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആമേൻ. ഏതെങ്കിലും അച്ചാച്ചന്മാർ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടോ? ഒരു പരിചയവുമില്ലാത്ത, ഒരു ആമേൻ രക്തബന്ധമില്ലാത്ത, ആമേൻ ഒരു മേഖലയിലും പരിചയമില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലതിനെ നിനക്ക് വേണ്ടി കാര്യങ്ങളെ തീർപ്പിക്കും.
ഒന്ന് ആത്മാവിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഉടറബല ഹംദല ഖമനോദര ലൈഡമാനദര സൽഖനോദ ഗഡഗമനം ഊർത്തലാര ഗഡഗമനം ഹല്ലേലൂയ. രക്തത്താൽ ജയം. എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവന്റെ കൈ ഇന്ന് കുറുതായിട്ടില്ല. കേൾക്കുന്ന ദൈവശബ്ദത്തിലേക്ക് വരിക. ഞാൻ ഇന്ന് ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ഇന്നലെയാണ് ഞാൻ അന്ന് ഒരു മിനിറ്റ് പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. ഇന്നലെയാണ് ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയെന്ന് പോലും അന്നേരം ചോദിക്കുന്നത്. കൂടെ അത്രയും വർഷം കിടന്ന് ഒരു മുറിയിൽ ഒന്നിച്ച് കിടന്നിട്ട് ചോദിച്ചിട്ടില്ല. കാരണം പറയുന്നത് വിശ്വസിക്കത്തുമില്ല, ഞാൻ പറയുന്നത് പുള്ളിയും വിശ്വസിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് അന്നത്തെ സാഹചര്യം. ഗ്ലോറി ടു ഗോഡ്. രക്തത്താല ജയം. വലിയ സൗഖ്യങ്ങളിലേക്ക് കർത്താവ് നടത്തണം. വലിയ വിടുതലിലേക്ക് നടത്തണം. നമ്മുടെ ദേഹത്തിലോ ദേഹിയിലോ ആത്മാവിലോ ഇനിയും ഒരു കൺമഷം, ദേഹത്തിലും ദേഹിയിലും ഒരു കൺമഷവും ഇരിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ വിടുതൽ നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില പ്രവൃത്തികളൂടെ നടക്കണം. അമേൻ. വലിയ വിടുതൽ നടക്കണമെങ്കിൽ ചില പ്രവൃത്തി നടക്കണം. അമേൻ. എൻ്റെ കുഞ്ഞെ, സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ കൃത്യമായിരിക്കണം. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 50 മൈൽ ആ 3 പ്രോവിൻസ്, യഹൂദിയ, ശമരിയ ഇങ്ങനെ പറയുന്ന ആ 3 പ്രോവിൻസിനകത്തെ കേവലം ചില ഭാഗങ്ങളിൽ നടക്കാൻ മാത്രമേ കർത്താവിന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. മുൻപ് കൂട്ടി തീരുമാനിച്ചിട്ടല്ല ഉള്ളവർക്കല്ലാതെ വേറെ ആർക്കും അവൻ പ്രത്യക്ഷനായുമില്ല. അപ്പോൾ ഇത്രയും വട്ടത്തിൽ ആ ഒരു 50 മൈൽ വട്ടമാണ് നിങ്ങൾക്ക് കൂട്ടിക്കോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത്രയുമേ നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സുറേഫയ്ക്കാർ സ്ത്രീ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു അതിരുണ്ട്. ആ അതിരിനകത്ത് നിൽക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. പിശാച് വന്നിട്ട് പറയാം, തോണ്ട കണ്ടോ, അപ്പുറത്തെ രാജ്യം കണ്ടോ, ബക്കിംഗ്ഹാം കൊട്ടാരം കണ്ടോ, കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ കർത്താവ് അതിനെ ജയിച്ചു. കാരണം എനിക്കൊരു അതിര് ഇട്ടിട്ടുണ്ട്. ആ അതിരിനപ്പുറത്ത്. അതുകൊണ്ടാണ് സോർ, സീദോൻ എന്നിവയുടെ അതിരുകളിലൂടെ പോയി. അതിൻ്റെ അപ്പുറത്ത് കയറത്തില്ല. കർത്താവ് അതിര് സൂക്ഷിക്കുന്നവനായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കൊരു അതിരുണ്ട്, കുടുംബജീവിതത്തിന് അതിരുണ്ടെന്ന്. ആമേൻ. സഭാജീവിതത്തിന് അതിരുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പനും മക്കൾക്കും തമ്മിൽ അതിരുണ്ടെന്ന്. അതിര് സൂക്ഷിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിര് വിടുന്നതല്ല, പ്രമാണം വിടുന്നതല്ല ഇത്. ആമേൻ. സൊറേഫോയ്ക്കാരി ഒരു സ്ത്രീ വന്നു. സഹോദരിമാർ വിളിച്ച് എന്തോലും പറയുമ്പോൾ ഞങ്ങളും അങ്ങ് മനസ്സലിഞ്ഞു പോവും. അവർ പറയുന്നത് പെട്ടെന്ന് കേട്ടു പോവും, അങ്ങ് ചലിച്ചു പോവും. ഗ്ലോറി ടു. അങ്ങനെ ആ സംഭവം അങ്ങനെ സംഭവിച്ചു പോവും. ഞങ്ങൾ ചലിച്ചു പോവും. കാരണം ദോഷമാണെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോവും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സുറേഫയ്ക്കാർ വന്നപ്പോൾ ആ അതിരിനപ്പുറത്തേക്കാണ് വിളിച്ചേ. കർത്താവ് പോകേണ്ട അതിരിനപ്പുറത്തേക്കാണ് വിളിച്ചേ. അപ്പുറത്തെ രാജ്യമാണ് സുറേഫയ്ക്ക എന്ന് പറഞ്ഞാൽ. കേൾക്കുന്നുണ്ടോ? അപ്പുറത്തെ രാജ്യമാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ കാര്യമാണ്. എനിക്കാണ് പെട്ടെന്ന് മനസ്സിലായി. കർത്താവ് ഇങ്ങനെ അറിയുന്നത്, അതിര് ഇപ്പം പോകാൻ പ്രമാണമില്ല. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. മക്കളുടെ അപ്പം. ഇവളെന്തോ ചോദിച്ചേ? അപ്പമാണോ ചോദിച്ചേ? ഇവളെന്താ ചോദിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഇവള് ചോദിച്ചത് അപ്പമാണോ? അപ്പം തരാമോ എന്നാ ചോദിച്ചത്. എന്തോ ചോദിച്ചേ? സൗഖ്യം. അപ്പം സൗഖ്യം എന്തുവാന്നാ പറഞ്ഞു വെക്കുന്നേ? മക്കളുടെ അപ്പമാണ് സൗഖ്യം. ഹല്ലേലൂയ. മക്കളുടെ ആഹാരമാണ് അത്ര സൗഖ്യം. വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, മരുന്നെടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ സൗഖ്യമാക്കണേ എൻ്റെ അപ്പൻ വരണം. അത് ദൈവമക്കളുടെ അപ്പമാണെന്ന് കേട്ടോ. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും കോപ്രായം പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. അല്ലെ ക്രൂശ് മരണത്തിന് അതിൻ്റെ ആവശ്യമില്ലാതെ വരും. പിന്നെ അത് കേട്ടോണം, വാങ്ങിച്ചോണം അത് സൗഖ്യം. അപ്പോൾ അവൾ അങ്ങനെ നിന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവളെ നായ്ക്കുട്ടിയിൽ നിന്നൊന്നും വിളിച്ചതല്ല. കൊച്ചേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് ഞാൻ. എനിക്ക് ഇത്രയും വരെ അതിരുകളിലൊക്കെ വരാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിയുമെന്ന് എനിച്ചൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഇത് വിഭാഗിക്കപ്പെടും, ഈ അപ്പം വിഭാഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ പിള്ളേർ, എൻ്റെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് നിൻ്റെ നാട്ടിൽ വരും. അന്നേരം പോരായോ നിൻ്റെ സൗഖ്യം? അവൾ പറഞ്ഞു അന്നേരം പോരാ, ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. രക്തത്താൽ ജയം. ഇപ്പോൾ തന്നെ സൗഖ്യം ചോദിച്ചു വാങ്ങിക്കണം. നിന്റെ വിശ്വാസം വലുതാകാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ചിലത് പിടിച്ചു വാങ്ങിക്കണം എൻ്റെ കർത്താവിൽ നിന്ന്.
ഞാൻ വലിയൊരു പ്രസംഗം പ്രസംഗിച്ചില്ല, എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലേ? വല്ല തീരുമാനമുണ്ടോ? അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, രക്ഷയിലേക്ക് നടത്തിയ പാസ്റ്ററോട്, വചനം പഠിപ്പിച്ച ദൈവദാസന്മാരോട് റിയലായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിനക്കറിയത്തില്ലേ അതാ പ്രശ്നമെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ദഹിക്കുന്നുണ്ടോ? കണ്ണുകളടക്കി പ്രാർത്ഥിക്കാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ്, അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് 1 മിനിറ്റ് തൊണ്ട എടുക്കാൻ കിട്ടിയപ്പോൾ അവൻ വിളിച്ച് പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പീലാത്തോസിനോട് ക്ഷമിക്കണമേ എന്നല്ല പറഞ്ഞത്. ഗ്ലോറി ടു ഗോഡ്. പടയാളികളോട് ക്ഷമിക്കണമേ എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. അന്നാവിനോടും കയ്യഫാവിനോടും ക്ഷമിക്കണമേ എന്നല്ല പറഞ്ഞത്. തൻ്റെ സ്വന്തം മക്കൾ ഇത് കൊണ്ട് നടക്കേണ്ടവർക്ക് തമ്മിൽ ഇതുവരെയും ഐക്യമായിട്ടില്ല. ഒരു ദൈവദാസൻ്റെ വേദന, ഒരൊറ്റ ദൂതിൻ്റെ മുമ്പിൽ ഐക്യപ്പെടാതെ ആരെങ്കിലും നിന്നാൽ ആമേൻ, അതിനേക്കാണ് പ്രശ്നം. അതുകൊണ്ട് ആ വേദന മനസ്സിലാക്കുക, പ്രാർത്ഥിച്ച്.